ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്കിത് സ്വന്തമായിട്ട് വീട്ടിൽ എങ്ങനെ ഒരു സോപ്പ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു സോപ്പ് ചെയ്യാൻ പറ്റുന്ന. ഇത് സ്കിൻ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ നല്ല സോഫ്റ്റ് ആക്കും, ഡ്രൈനെസ് ഒക്കെ മാറ്റും, അതേപോലെ ടാൻ ഒക്കെ മാറ്റും. അങ്ങനെയുള്ള ഒരു ഗ്ലിസറിൻ ഗോട്ട് മിൽക്ക് സോപ്പ് അവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഗോട്ട് മിൽക്കിന്റെ ബേസ്, ഈ സോപ്പിന്റെ ബേസ് ഇത് നമുക്ക് ആമസോണിലോ ഒക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലെ പ്യുവറായിട്ടുള്ള വിത്ത് ഗ്ലിസറിനായിട്ടുള്ള ഇതുപോലെ സോപ്പ് ബാർ വാങ്ങിക്കുക. ഇത് സോപ്പിന്റെ ബേസ് ഉണ്ടാക്കുന്നതാ. ഇത് നമ്മൾക്കിനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ അരോമ ഓയിൽ കിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ സാൻഡലിന്റെ പ്യുവറായിട്ടുള്ള അരോമ ഓയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാനായിട്ട് ലെമണിന്റെ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പ്യുവറായിട്ടുള്ള ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാനിറ്റൈസ് സ്പ്രേ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡിന്റെ ഒരു ശകലം ഗ്രെയിൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും കൊണ്ട് നമുക്ക് ഒരു ഗോട്ട് മിൽക്ക് സോപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ ഉള്ള ഒരു സോപ്പാണ്. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാം, ഒരു കെമിക്കലും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കാം. ഓക്കെ, ആയിട്ട് നമുക്ക് നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ വേണം. അപ്പൊ ഞാൻ ഇത് ചക്കിലാട്ടിയ വെർജിൻ കോക്കനട്ട് ഓയില്. നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഗോട്ട് മിൽക്ക് സോപ്പ് ഉണ്ടാക്കാം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബേസ്, ഗോട്ട് മിൽക്കിന്റെ ബേസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇത് ബേസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഗോട്ട് മിൽക്കിന്റെ ബേസ്, സോപ്പിന്റെ ബേസ് വാങ്ങിക്കാൻ കിട്ടും, പ്യുവർ ആയിട്ടുള്ളത്. ഇതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി വിലയാണെങ്കിലും നല്ല പ്യുവർ ആയിട്ടുള്ള വാങ്ങിക്കുക. നമുക്ക് കെമിക്കൽ ഇല്ലാതെ സ്വന്തമായിട്ട് സോപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മൾ ബേസ് ആയിട്ട് ഇതുപോലെ ഗോട്ട് മിൽക്ക് വാങ്ങിച്ച് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് മെൽറ്റ് ചെയ്തുകൊണ്ടുവരാം. അപ്പൊ നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുക. ആദ്യം നമ്മൾ വേറെ വെള്ളം വെച്ച് അത് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് വേറൊരു പാത്രം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നു. ഈ പാത്രത്തിലോട്ട് മാത്രമേ നമുക്ക് ഈ സോപ്പിന്റെ ബേസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇതുപോലെ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഇറക്കി വെക്കുന്നു. ഇതുപോലെ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നല്ലതായിട്ട് ഇത് മെൽറ്റ് ആയിക്കൊണ്ട് വരുന്നു. ഈ സമയത്ത് നമുക്ക് ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിൽ നിന്ന് ഒരു 2 സ്പൂണും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബേസ് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കയറാൻ പാടില്ല.
നല്ലതായിട്ട് മെൽറ്റ് ചെയ്തു. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പൊ നമ്മൾ ഈ ഗോട്ട് മിൽക്കിനകത്ത് ഓയിൽ ചേർത്തു, അരോമയുടെ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തു, ഒരു ഗോൾഡിന്റെ 2-3 ഡ്രോപ്സ് ചേർത്തു, വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തു, പിന്നെ സാൻഡലിന്റെ ഒരു ശകലം ഡ്രോപ്സ് അരോമ ഓയിലും ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത്, പിന്നെ നമുക്ക് മോൾഡ് നമുക്ക് ഇഷ്ടമുള്ളത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇഷ്ടമുള്ള മോൾഡിലോട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാനിത് ഒഴിക്കുന്നു. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മോൾഡിനകത്ത് ഇത് അപ്പടി തന്നെ ഇത് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതും കട്ടിയാവും. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാ. ഡ്രൈനെസ് ഒക്കെ മാറാനായാലും ടാനൊക്കെ മാറാനും ഒക്കെ നല്ലതാ. ഗോട്ട് മിൽക്ക് വെച്ച് നമ്മളൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആട്ടിൻപാലിൽ നമ്മൾ ചെയ്തെടുത്തത്. ആട്ടിൻപാലിനകത്ത് അരമോയിലുകളും ഗ്ലിസറിനും വെർജിൻ കോക്കനട്ട് ഓയിലും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ സോപ്പ്. ഇത് നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടായി മാറ്റും, നല്ല മോയ്സ്ചറൈസ് കിട്ടും, പാടുകളൊക്കെ കുറയ്ക്കും. ദിവസം ഒരു 2 പ്രാവശ്യം നമുക്ക് ഈ ഗോട്ട് മിൽക്കിൽ സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ഒറിജിനലായിട്ടുള്ള ഗോട്ട് മിൽക്ക് വെച്ചുണ്ടാക്കുന്ന സോപ്പായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ആട്ടിൻ പാലിനകത്താണ് ഈ ലാക്റ്റിക് ആസിഡുള്ള ഫാറ്റുകൾ നിറഞ്ഞതുകൊണ്ട് സ്കിന്നിന് നല്ല ഒരു ഡീപ്പായിട്ട് നല്ല മോയ്സ്ചറൈസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഇതേപോലെ നമുക്ക് ഗോട്ട് മിൽക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സോപ്പ് ഉണ്ടാക്കി നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്കിന്ന് നല്ലതാണ്. ഈ ലാക്റ്റിക് ആസിഡ് ഈ പാലിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് ഡീപ്പായിട്ട് നമ്മളെ സ്കിന്നിൽ ആഴമായിട്ട് ഇറങ്ങി നല്ല മോയ്സ്ചറൈസ് ഉണ്ടാക്കും. അത് അതേപോലെ തന്നെ pH ബാലൻസ്, നമ്മുടെ സ്കിന്നിന് pH ബാലൻസ് ലെവൽ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ. ഈ സോപ്പ് പെട്ടെന്ന് പതഞ്ഞു പോകത്തുമില്ല. ഇതിനകത്ത് നമ്മൾ വെള്ളമേ തൊട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ സോപ്പ് അലിഞ്ഞു പോകത്തുമില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കേ. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കെമിക്കലൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് മൊത്തം മിൽക്കുണ്ട്, ഗ്ലിസറിനുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ, അരോമ ഓയിൽ, പിന്നെ മണത്തിന് വേണ്ടി ഒരു അരോമയുടെ ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ടാനും മാറ്റും, സ്കിൻ ഡ്രൈനെസ് മാറ്റും, മോയ്സ്ചറൈസിങ് ആക്കും, pH ബാലൻസ് നമ്മുടെ സ്കിൻ ലെവൽ ചെയ്യും. അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് നമുക്ക് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് കൊണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കേ.